തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജയവും തോൽവിയും ഒന്നുമല്ല. അതൊരു റിപ്പോർട്ട് കാർഡാണ്. നമ്മൾ ഭരണാധികാരികൾക്ക് കൊടുക്കുന്ന ഒരു റിപ്പോർട്ട് കാർഡ്. അപ്പോ ഇന്ന് നമ്മൾ വൈപ്പിൻ എന്നൊരു മണ്ഡലത്തിന്റെ ആ റിപ്പോർട്ട് കാർഡ് ഒന്ന് തുറന്നു നോക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ പാർട്ടികളെയോ നേതാക്കളെയോ അല്ല നോക്കുന്നത്. പകരം ഡേറ്റ വെച്ചിട്ട് ജനങ്ങളുടെ ശബ്ദം കേട്ടിട്ട് എങ്ങനൊരു നല്ല ഭരണമാതൃകയുണ്ടാക്കാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വിശകലനം ചെയ്യാൻ പോകുന്നത് ഒരു 6 ഘട്ടങ്ങളായിട്ടാണ്. ആദ്യം ഒരു സ്ട്രാറ്റജിസ്റ്റ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്ന് നോക്കാം. പിന്നെ വൈപ്പിനെന്ന നാടിൻ്റെ ഒരു സ്വഭാവം, അവിടുത്തെ മണ്ണിൻ്റെ തുടിപ്പ് നമ്മൾ അറിയും. അത് കഴിഞ്ഞ് കണക്കുകൾ എന്ന് പറയുന്നൊന്ന് നോക്കും. ജനങ്ങളുടെ പരാതികൾ എന്തൊക്കെയാണെന്ന് കേൾക്കും. അതിൽ നിന്നൊക്കെ ഒരു ഭരണത്തിനുള്ള രൂപരേഖയുണ്ടാക്കി അവസാനം മുന്നോട്ടുള്ള വഴി എന്താണെന്ന് കൂടി നമ്മൾ ചർച്ച ചെയ്യും. ഒരു സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയ്ക്ക് തിരഞ്ഞെടുപ്പിനെ നോക്കുന്നത് വെറും കക്ഷി രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെയല്ല. അതൊരു എക്സ്റേ വിഷൻ പോലെയാണ്. സത്യം പറഞ്ഞാൽ വോട്ടിന്റെ ശതമാനത്തിനൊക്കെ അപ്പുറം ഒരു നാടിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ അവസ്ഥ എന്താണ്, അതാണ് നമ്മൾ ശരിക്കും തിരയുന്നത്. കാരണം നിങ്ങൾക്കറിയാമോ, ഓരോ വോട്ടും ഒരു കഥയാണ്. ചിലപ്പോൾ പ്രതീക്ഷയുടെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിരാശയുടെ. ആ കഥയാണ് നമ്മളിവിടെ വായിച്ചെടുക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ സംസാരിക്കുന്ന വൈപ്പിൻ. കൊച്ചിയുടെ തൊട്ടടുത്ത് കിടക്കുന്നൊരു ദ്വീപ്. കണ്ടില്ലേ, തിരമാലകളുടെ ശബ്ദം കേട്ടുണരുന്ന ഒരിടം. ഇവിടെ കടലാണ് ജീവിതം. അതുപോലെ തന്നെ കടലാണ് രാഷ്ട്രീയവും. ഈ നാടിന്റെ എല്ലാ പ്രശ്നങ്ങളും സാധ്യതകളും തുടങ്ങുന്നത് ഈ ഭൂമിശാസ്ത്രത്തിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. ശരി, അപ്പോൾ നമുക്ക് ഭൂപടത്തിലെ ഈ വരകൾക്കപ്പുറത്തേക്ക് പോകാം. വൈപ്പിനിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക്, അവരുടെ മണ്ണിന്റെ തുടിപ്പുകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ ഒരു കണക്ക് ഇതൊന്ന് മനസ്സിൽ വെക്കണം. വൈപ്പിന്റെ 1/3 ഭാഗവും വെള്ളമാണ്, തണ്ണീർത്തടങ്ങളാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെ വെള്ളം ജീവൻ തന്നെയാണ്, സംശയമില്ല. പക്ഷേ പലപ്പോഴും അതൊരു ശാപമായിട്ട് മാറും. അതാണ് സത്യം. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ വെല്ലുവിളിയും ഈ വെള്ളം തന്നെയാണ്. അപ്പോൾ ആ കണക്കിന്റെ ഒരു മനുഷ്യമുഖം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ പഠനത്തിനിടയ്ക്ക് അവിടുത്തെ ഒരാൾ പറഞ്ഞൊരു വാക്കാണ്, വേനൽക്കാലത്തുപോലും ഞങ്ങളുടെ വീടുകൾ വെള്ളത്തിലാണ്. ഇത് നോർത്തു നോക്കൂ. ഇതൊരു കാലാവസ്ഥ പ്രശ്നം മാത്രമായി കാണാൻ പറ്റില്ല. ഇത് അതിജീവനത്തിന്റെ പ്രശ്നമാണ്. അന്തസ്സായി ജീവിക്കാനുള്ള ഒരു അവകാശത്തിന്റെ പ്രശ്നമാണ്. ഇനി വൈപ്പിനിലെ ജനങ്ങൾ അത് പലതരക്കാരാണ്. ലത്തീൻ കത്തോലിക്കരുണ്ട്, ഈഴവരുണ്ട്, മറ്റ് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്. പക്ഷേ ഇവരുടെ ജാതിയും മതവും എന്തൊക്കെയാണെങ്കിലും ഇവരെല്ലാവരെയും ഒന്നിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. അതാണ് കടലുമായുള്ള ബന്ധം. അതുകൊണ്ടുതന്നെ ഇവരുടെ വോട്ട് എങ്ങോട്ട് പോകുമെന്ന് തീരുമാനിക്കുന്നത് ഇവരുടെയെല്ലാം പൊതുവായ കുറച്ച് ആശങ്കകളാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ കണക്കുകളിലേക്ക് വരാം. തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഒരു ഡോക്ടറുടെ റിപ്പോർട്ട് പോലെയാണ്. ശരിക്കും പുറമേ നോക്കുമ്പോൾ രോഗലക്ഷണങ്ങൾ കാണാം. പക്ഷേ യഥാർത്ഥ കാരണം അറിയണമെങ്കിൽ ആഴത്തിലൊന്ന് പരിശോധിക്കണം. അപ്പോൾ ആ പരിശോധനയാണ് നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത്. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിക്കേ. 2016 LDFന് ഏകദേശം 52% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. എന്നാൽ 2021 ആയപ്പോഴേക്കും അത് 41% താഴ്ന്നു. അതായത് 11% ഒരു ഇടിവ്. ഇതൊരു ചെറിയ മാറ്റമായിട്ട് കാണരുത്. ഇത് ഭരണത്തിലുള്ള അസംതൃപ്തിയുടെ വളരെ വ്യക്തമായ ഒരു സിഗ്നലാണ്. ഇനി ഈ ചിത്രം നോക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. വൈപ്പിനെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇരുമുന്നണി പോരാട്ടത്തിന്റെ മാത്രം സ്ഥലമല്ല. നോക്കൂ, 2020യും BJPയും കൂടി ഏകദേശം 23% വോട്ട് പിടിച്ചിട്ടുണ്ട്. അതായത് 4/1 വോട്ട്. ഇതിന്റെ അർത്ഥമെന്താ? പരമ്പരാഗത രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ജനങ്ങളൊരു ബദൽ തേടുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. തീർന്നില്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞത്. 2016 അപേക്ഷിച്ച് 2021 ഏകദേശം 5% ആളുകൾ വോട്ട് ചെയ്യാൻ വന്നില്ല. ഇതിനെ വെറുമൊരു മടിയായിട്ട് കാണാൻ പറ്റുമോ? ഒരിക്കലുമില്ല. മറിച്ച് നിലവിലുള്ള ഈ സിസ്റ്റത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു കൂട്ടം ആളുകളുടെ നിശബ്ദമായ പ്രതിഷേധമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ കണക്കുകളൊക്കെ കണ്ടു. പക്ഷേ പ്രധാന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ മാറ്റമുണ്ടായത്? എന്തുകൊണ്ടാണ് ആളുകൾ മാറി ചിന്തിച്ചത്, അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് തിരയാൻ പോകുന്നത്. നമുക്ക് ജനങ്ങളുടെ പരാതികളുടെ വേരുകളിലേക്ക് തന്നെ പോകാം. ഈ പ്രശ്നങ്ങളെല്ലാം ഒന്നിച്ചു കാണാൻ നമുക്കൊരിടത്തേക്ക് സൂമിൻ ചെയ്യാം. വൈപ്പിനിലെ എളങ്കുന്നപ്പുഴ പഞ്ചായത്തിലേക്ക്. ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന പോലെ ആ ഒരു മണ്ഡലത്തിന്റെ മൊത്തത്തിലുള്ള വേദനകൾ നമുക്ക് ഈ ഒരൊറ്റ പഞ്ചായത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഇളങ്കുന്നപ്പുഴയിലെ ആളുകൾ എന്താ പറയുന്നതെന്ന് കേൾക്കൂ. സ്ഥിരമായി വേലിയേറ്റം കാരണം വെള്ളം കയറി അവരുടെ വീടുകൾ താഴ്ന്നു പോവുകയാണ് പോലും. ഇതൊരു സാധാരണ വെള്ളക്കെട്ടല്ല. ഒരു ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ കൺമുന്നിൽ നശിക്കുന്നത് കാണുന്നതിന്റെ വേദനയുണ്ടല്ലോ, അതാണ് ഈ വാക്കുകളിൽ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ എത്ര വലിയ പരാജയമുണ്ടായി എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അപ്പോൾ ഈ എളങ്കുന്നപ്പുഴയിലെ പ്രശ്നം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല.
അതോടൊപ്പം തന്നെ വിലക്കയറ്റം, ഗൾഫിൽ നിന്ന് തിരികെ വന്ന ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ. പിന്നെ ആളുകൾ പറയുന്നു, ഞങ്ങൾക്ക് സൗജന്യങ്ങളല്ല, നല്ല റോഡും പാലവുമാണ് വേണ്ടതെന്ന്. കാട്ടുപന്നിയുടെ ശല്യം കാരണം കൃഷിനാശം. ഇതെല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങളാണ്. ഒരു സിസ്റ്റത്തിന്റെ പരാജയമാണ്. ഇത് ആ മണ്ഡലത്തെ മുഴുവനായി ബാധിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ വെൽഫെയർ ഫറ്റീഗ് എന്ന് പറയുന്നത്. അതായത് ക്ഷേമ പദ്ധതികളോടുള്ള ഒരുതരം മടുപ്പ്. ആളുകൾ വളരെ വ്യക്തമായി പറയുന്നു, ഞങ്ങൾക്ക് താൽക്കാലിക സഹായങ്ങൾ വേണ്ട, സ്ഥിരമായ പരിഹാരങ്ങൾ മതി. സൗജന്യമായി അരി കിട്ടുന്നതിനേക്കാൾ അവർക്കിപ്പോൾ വേണ്ടത് വെള്ളം കയറാത്തൊരു റോഡാണ്, മക്കൾക്കൊരു ജോലിയാണ്. വോട്ടർമാരുടെ ഈ മനോഭാവത്തിൽ വന്ന മാറ്റം രാഷ്ട്രീയക്കാർ ശരിക്കും ശ്രദ്ധിക്കേണ്ട സമയമായി. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി അതിനൊരു പരിഹാരം വേണ്ടേ? വെറുതെ പ്രശ്നം പറഞ്ഞിരുന്നാൽ മതിയോ? അപ്പോൾ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പ്രവൃത്തിയിലേക്ക് മാറാൻ കഴിയുന്ന ഒരു രൂപരേഖയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ വെല്ലുവിളികളെയൊക്കെ നേരിടാൻ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ചതുർമുഖ തന്ത്രമാണ്. 4 മുഖങ്ങളുള്ള ഒരു സ്ട്രാറ്റജി. ഓർക്കാൻ എളുപ്പത്തിന് നമുക്കിതിനെ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്, ദുർഗ എന്ന് വിളിക്കാം. എന്താണെന്നല്ലേ? ശിവനെപ്പോലെ നിലവിലുള്ള മോശം സിസ്റ്റത്തിനെ തകർക്കണം, വിഷ്ണുവിനെപ്പോലെ നല്ല കാര്യങ്ങളെ സംരക്ഷിക്കണം, ബ്രഹ്മാവിനെപ്പോലെ പുതിയ വികസനം സൃഷ്ടിക്കണം, പിന്നെ ദുർഗയെപ്പോലെ ജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും വേണം. ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകണം. ഇനി നമുക്ക് സ്ഥാനാർത്ഥികളെ ഒന്ന് നോക്കാം. പക്ഷേ ഇത് പാർട്ടിയുടെ പേര് വച്ചല്ല, കുറച്ച് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്. ഈ പട്ടിക കണ്ടില്ലേ? റീറ്റേണബിലിറ്റി, അതായത് നിലനിർത്താനുള്ള കഴിവ്, ലോക്കൽ ഇൻസൈഡർ കോഷ്യന്റ്, ആ നാട്ടുകാരനായിട്ടുള്ള ബന്ധം, ടിക്കറ്റ് വിന്നിംഗ് ഇൻഡെക്സ്, സ്ഥാനാർത്ഥിത്വം കിട്ടാനുള്ള സാധ്യത. ഒരു സ്ഥാനാർത്ഥിക്ക് ജനങ്ങളുടെ ഇടയിലും സ്വന്തം പാർട്ടിക്കുള്ളിലും എത്രത്തോളം സ്വാധീനമുണ്ട് എന്നാണ് ഈ ഡേറ്റ കാണിക്കുന്നത്. ചിലപ്പം പ്രസംഗത്തേക്കാളൊക്കെ വലുത് ഈ ഘടകങ്ങളായിരിക്കും തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ എന്താണ് യഥാർത്ഥ പരിഹാരം? 3 കാര്യങ്ങളിലും നമുക്ക് ഫോക്കസ് ചെയ്യാം. 1. ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നമായ വെള്ളപ്പൊക്കം തടയാൻ ഒരു തീരദേശ സുരക്ഷാ ഫണ്ട്. 2. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി ഒരു ശുദ്ധജല ദൗത്യം. 3. ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ശാക്തീകരണ കേന്ദ്രങ്ങൾ. ഇത് വെറുതെ പറയുന്ന വാഗ്ദാനങ്ങളല്ല, വൈപ്പിനിലെ ജനങ്ങൾ ഏറ്റവും അത്യാവശ്യമായി ചോദിക്കുന്ന 3 കാര്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടികളാണിത്. അപ്പോ മുന്നോട്ടുള്ള വഴി എന്താണ്? ഈ പറഞ്ഞ ആശയങ്ങളെയും പദ്ധതികളെയുമൊക്കെ എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കുക? ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെയാണ് ഒരു ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ കഴിയുക? നമുക്ക് നോക്കാം. നോക്കൂ, വെള്ളം കയറിയ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുടെ അന്തസ്സ് സംരക്ഷിക്കുക. അതാണ് പൊതുസേവനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. പക്ഷേ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ അന്തസ്സിന് മറ്റൊരു തലം കൂടിയുണ്ട്. അതാണ് ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ. DPDP ആക്ട് പോലെയുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് ഒരാളുടെ ഡേറ്റയെ ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യുന്നതും അയാളുടെ അന്തസ്സ് സംരക്ഷിക്കുന്നത് പോലെ തന്നെയാണ്. വോട്ട് ചോദിക്കാൻ പോകും മുൻപ് ഉണ്ടാക്കിയെടുക്കേണ്ട വിശ്വാസത്തിന്റെ ആദ്യത്തെ പടി ഒരുപക്ഷെ ഇതായിരിക്കും. അപ്പോൾ അവസാനം ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് ഡേറ്റ വെച്ച് മനസ്സിലാക്കി അവരോട് സഹാനുഭൂതിയോടെ പെരുമാറുന്ന ഒരു ഭരണ സംവിധാനം വന്നാൽ, രാഷ്ട്രീയക്കാർ നൽകുന്ന വാഗ്ദാനങ്ങളും ജനങ്ങൾക്ക് കിട്ടുന്ന യാഥാർത്ഥ്യവും തമ്മിലുള്ള ആ വലിയൊരു ഗ്യാപ്പ് അതില്ലാതാക്കാൻ സാധിക്കുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം വൈപ്പിനിലെ ജനങ്ങൾ മാത്രം കണ്ടെത്തിയാൽ പോരാ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒന്നാണ്.